ചിക്കൻ ബിരിയാണി. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് അത്താഴ ബിരിയാണി ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി കായ് വാട്ടിയെടുക്കാണ്. പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിച്ച് തക്കാളി മുറിച്ച് ഇനി ഇത് നല്ലൊരു വാട്ടിയിട്ട് എടുക്കണം. പിന്നെ വേറെ എന്താ വെച്ചെങ്കിൽ സമൂസ, ഇതിന് ജ്യൂസ് എന്തെന്ന് അടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പം അങ്ങനെ വലിയ ആക്കുന്നില്ല. അങ്ങനെ കായ് ഇതിടെ വാട്ടിയിട്ടായി ബിരിയാണിക്കുള്ള മസാല ആക്കുന്നുണ്ട്. ഇതെന്തിന് മുട്ട കായ്ക്കുംസിനല്ല, കായ്ക്കുംസിന് ചിക്കൻ അവിടെ കൈ വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് തന്നെ എന്നെ അയച്ചാണ്. പിന്നെ ഇട്ട് കൊടുക്കാതെ നമ്മൾ പൊരിക്കാൻ തട്ട വെക്കുന്നത്. ഇത് സമയമില്ല, അപ്പൊ പൊരിക്കാൻ വെക്കുന്നതാണ്. കുറച്ച് ആക്കുന്നത് കുറച്ച്. നമ്മള് കായ്ക്കുംസ് ഇട റെഡിയായി, മസാല ഇട റെഡി ആയിട്ടുണ്ട്. കുഞ്ഞ് പിടുന്നില്ല. സമൂസ ഉണ്ട്. ഇപ്പൊ നമുക്ക് ജ്യൂസ് ആക്കാം. നമ്മൾ ചോറ് വെക്കാന്ന് എല്ലാം ആയി, മസാല ആയി, നമുക്ക് കായ്പോളയായി. ഇനി നെയ്ച്ചോറ് വെക്കാനല്ലേ, അപ്പൊ അത് വെക്കാന് ജ്യൂസ് എല്ലാം ആയി. നല്ല സെറ്റായി നോമ്പ് കുടിക്കാൻ. സമൂസയും കായ്പോളയും പിന്നെ നമ്മളെ ഫ്രൂട്ട്സും മാഷും വെച്ചിട്ട് കാണിച്ചിടാം. സെറ്റാക്കിയിട്ടുണ്ട്. ബട്ടർ സ്കോച്ചിലെ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും നാരങ്ങ വെള്ളവും മസ്റ്റാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നോമ്പറിക്കാൻ. അപ്പൊ നമുക്ക് മുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ നോമ്പെല്ലാം മുറിച്ച് കുഞ്ഞിയുടെ ഇരുന്ന് കളിക്കുന്നതിലൊക്കെ അങ്ങനെ കളിക്കുന്നതൊന്നും ഞാൻ കൊടുക്കലില്ല. ഒക്കെ കളിക്കാൻ കുറച്ചും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ആ സമയത്ത് കൊടുക്കാൻ വെച്ചിട്ട് ഒന്നും കൊടുക്കലില്ല. ഒക്കെ ഇതിപ്പോ കരയുന്നതുകൊണ്ടെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുറേ കളിക്കുന്നുണ്ട്, ഒന്നും ഇട്ട് കൊടുക്കലില്ല. ഉണ്ട്, എല്ലാം ഉണ്ട്. ബിരിയാണി ഇത് അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേക്കാം. ബിരിയാണി ഇത് ഞാൻ ബേക്കാൻ പോവാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി, അടിപൊളി ബിരിയാണിയും അച്ചാറും.